യുദ്ധം വന്നതിന്റെ പേരിൽ അവരെ അഫക്റ്റഡ് ആയി എന്നുള്ള രീതിയിൽ പ്രതിപാദിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. കാരണം ഒരു സീനിലും ആളുകൾക്ക് അങ്ങനെ ഒരു ആശങ്കയുള്ളതായിട്ട് കാണുന്നില്ല. യുദ്ധം വരാൻ പോകുന്നുണ്ട് എന്ന് പലരും പറയുന്നുണ്ട്. പക്ഷെ യുദ്ധം വരാൻ പോകുന്നതിന്റെ ഒരു ആശങ്കയോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ആളുകൾ തയ്യാറെടുക്കുന്നതായിട്ടോ ഒന്നും തന്നെ ഈ സിനിമയിൽ കാണിക്കുന്നില്ല. പിന്നെ ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സ്ത്രീകളെ റെപ്രസെന്റ് ചെയ്യുന്നതും പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ റെപ്രസെന്റ് ചെയ്യുന്നതുമായിട്ടുള്ള ആൾ എന്ന് പറയുന്ന ഒരാളാണ്. അത് നിമിഷ സജയനാണ്. വേറെ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ, സ്ത്രീകളുടെ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുമ്പോൾ അവിടെ കാണിക്കാനായിട്ട് ഒരു സ്ത്രീയും വേറെ ഞാൻ കണ്ടില്ല. വേറെ സ്ത്രീകളുടെ ഒരു പ്രശ്നം അതിനകത്ത് കാണിക്കുന്നില്ല. പ്രോസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട്, അവിടെയും പ്രോസ്റ്റിറ്റ്യൂട്ടിന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉള്ളതായിട്ട് ആ സിനിമയിൽ കാണിക്കുന്നില്ല. പ്രോസ്റ്റിറ്റ്യൂട്ട് വളരെ ഹാപ്പി ആയിട്ട് കഴിയുന്ന ഒരാളാണ്. അവർക്ക് ആവശ്യത്തിന് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. എസ്പെഷ്യലി ഈ വാറിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഒരു ഫാക്ടറിയിലെ ജീവനക്കാർ, അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരാണ്